ഒരു അടുത്തൊരു മാജിക് നമുക്ക് ഒരു മെന്റലിസ്റ്റിലേക്ക് പോവാം. മെന്റലിസം. ഓക്കെ ഓക്കെ. സോ നമുക്ക് പറഞ്ഞു വേണ്ടി ഞാനൊരു മെന്റലിസം കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ട്. പേടിക്കണ്ട, ഈ രൂപം മാത്രമേ കടിക്കത്തില്ല. അപ്പൊ എന്റെ ഒരു ചെറിയൊരു കിറ്റ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് 2 വസ്തുക്കളുണ്ട്. കാണിക്കുന്നില്ല. ഓക്കെ, നോക്കണ്ട. ഓക്കെ, ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചോ. ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ ഇതിനുള്ള അങ്ങനെ പിടിച്ചാൽ മതി. ഓക്കെ, ഇതിൽ 2 വസ്തുക്കളുണ്ട്. സോ നമുക്ക് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണെന്ന് അറിയോ? ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണോ? എന്ത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനം? ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്നൊക്കെ പറഞ്ഞാൽ അത് പലത് ഇപ്പൊ നമ്മൾ ഓരോരുത്തർ ഡിപ്പെൻഡ് ആണ്. ഓക്കെ, ടൈം, സമയം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള, കാരണം കറക്റ്റ് ആണ്. സോ അപ്പം ഒരു ടൈം, ഇവിടെ ഒരു മുൻപ് ഒരു വലിയൊരു ക്ലോക്കുകളായിട്ട് ഇമാജിൻ ചെയ്യുക. ഒരു വലിയൊരു ക്ലോക്ക് ഉണ്ട്. ഓക്കെ, ആ ക്ലോക്കില് ഒരു ടൈം, ജസ്റ്റ് ഒന്ന് ഇമാജിൻ. ഒരു വലിയ ക്ലോക്കിങ്ങനെ സൂചി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂർ സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്, സെക്കൻഡ് സൂചിയുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ടൈം എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ആ ക്ലോക്ക് നിൽക്കുകയാണ്. നിന്നു. റെഡി? നമുക്ക് ആർക്കും ഒരു ടൈം ജസ്റ്റ് റാൻഡം ആയിട്ട് ബ്രോ ചൂസ് ചെയ്ത ടൈം. ഞാനിപ്പോ 1, 2, 3 എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ടൈം ഒന്ന് പറയാം. മുഖത്ത് ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനൊരു ടൈം ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ആ ടൈം ഈ കൈ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ മതി. ശരി, അതെ. പറയണോ? പറയാം. ഞാൻ പറഞ്ഞിട്ട് മാത്രം. ഡു വൺ ചേഞ്ച് യുവർ മൈൻഡ്. ചേഞ്ച് ചെയ്യണ്ട. സ്ട്രോങ്, റൈറ്റ്? ഓക്കെ. 1, 2 and 3. What's the time? ടൈം പറഞ്ഞോളൂ. 12:10 PM. 12:10. എന്തുകൊണ്ട് 12:10 വിചാരിച്ചു? പെട്ടെന്ന് ഇങ്ങനെ കറങ്ങി വന്നപ്പോ ഇവിടെ 12ഉം 10ഉം വന്നു തരതാണ്. ഇത് റാൻഡം ചോയ്സ് ആയിരുന്നു. ഞാൻ ഒരു തരത്തിൽ ഞാൻ ബ്രോനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ബിഫോർ ദി ഗെയിം ഒരു സാധനം ചെയ്തേക്കാം. അപ്പൊ 12:10 ടൈം മാർക്കണ്ട. 12:10 ഒരു ക്ലോക്ക് ഉണ്ട്. അല്ല, ക്ലോക്ക് എടുക്കണ്ട, അതിരിക്കട്ടെ. ഒരു ഗെയിം കൂടെ കളിക്കാം. ബ്രോ ഒരു മാർജിൻ ഫ്രീക്കുള്ളിലേക്ക് നടന്നു പോകുന്നതിന്റെ ഇമാജിൻ ചെയ്യാം. ക്ലോസ് യുവർ ഐസ്. മാർജിൻ ഫ്രീക്കുള്ളിൽ പോകുന്ന സമയത്ത് ഒരുപാട് വസ്തുക്കളുണ്ട് ഷെൽഫുകളിലാട്ടാ. അപ്പം പെട്ടെന്ന് ഷെൽഫിന് എടുക്കാൻ തോന്നുന്ന പെട്ടെന്നൊരു വസ്തു, ഇഷ്ടമുള്ളൊരു വസ്തു ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് ഇമാജിൻ ചെയ്തേ. ഓക്കെ, ഒരു വസ്തു കയ്യിലുണ്ട്, എടുക്കാണോ അത്? ഓക്കെ, എന്താണെന്ന് പറയാമോ? എന്താന്ന് പറയണേ? അടുത്ത വസ്തു എനിക്ക് കണ്ണു തുറക്കാമോ? കണ്ണു തുറന്നോളൂ. ഓക്കെ, ഓറഞ്ച് ജ്യൂസ് എടുത്തു. ഇത് 2 റാൻഡം ചോയ്സ് ആയിരുന്നു. ഞാൻ ഒരു തരത്തിൽ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ബിഫോർ ദി ഗെയിം എന്റെ ഫ്രണ്ട് എനിക്ക് പാക്ക് ചെയ്ത കവർ ആയിരുന്നു. ഓപ്പൺ ചെയ്തോളൂ. യെസ്, അതിനകത്തൊരു ക്ലോക്ക് ഉണ്ട്. സോ നമ്മൾ ക്ലോക്ക് എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് കറക്റ്റ് ടൈം 12:10. 12:10. ഇപ്പൊ ഇനി ഒരു സാധനം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തായിരുന്നു? ഓറഞ്ച് ജ്യൂസ്. അപ്പോ ജസ്റ്റ് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാല് യെസ്. എന്നാ കുറച്ചുകൂടി വലിയ എന്തെങ്കിലും പറയായിരുന്നു. ഓറഞ്ച് ജ്യൂസ് വേണ്ടത്. ആക്ച്വലി ഇറ്റ്സ് നെസ്ലയുടെ കോഫി ആയിപ്പോയി. പൊളിഞ്ഞോ? ഓക്കെ, സംടൈംസ് ഇങ്ങനെ മജീഷ്യൻസിന് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഷോയിലൊക്കെ ഇങ്ങനെ പറ്റും, ഒരുപാട് പറ്റും. അപ്പം ഇത് തന്നോളൂ. സീൽഡ് ആയിട്ടുള്ള ഒരു പാക്കാണ് ഇത്. നമുക്കിപ്പം കോഫി മാറിക്കഴിഞ്ഞാൽ മാജിക്കിന് ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കാവോ? ചേർത്ത് പിടിക്കാം. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം ഈ കോഫി ബ്രോ പറഞ്ഞ ഇത് കോഫിയാണ്, ഐസ്ഡ് ലാറ്റയാണ് തന്നിരിക്കുന്നത്. ഞാൻ ഓറഞ്ച് ജ്യൂസാ പറഞ്ഞത്, പക്ഷെ അല്ലെങ്കിൽ പൊളിഞ്ഞെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ, സോ ജസ്റ്റ് റിലാക്സ് ചെയ്യാം. ഇത് എന്റെ മൈൻഡിന്റെ പവർ കൊണ്ട് ഇത് ഓറഞ്ച് ജ്യൂസ് ആവുമെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഗോട്ട് ഇറ്റ്? അശ്വിന്റെ മൈൻഡിന്റെ പവർ കൊണ്ട് എന്റെ മൈൻഡിന്റെ പവർ. ഓക്കെ, അത് മാറിയിരിക്കും. ഉറപ്പാണ്. പവർഫുൾ ആണോ? സെറ്റ് ആണ്. ഓപ്പൺ പൊട്ടിക്കാനാ? സീൽഡ് ആണ്. സീൽഡ് ആണല്ലോ. പൊളിച്ചോട്ടെ? പൊളിച്ചു. കുടിച്ചോ. It's orange juice. Yes. കൊള്ളാം. അടിപൊളി. പൊളിച്ച്. Thank you so much. സമയത്തിന്റെ ഇതുവരെ പിന്നെ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ഉടായിപ്പാണെന്ന് കരുതാം. പക്ഷെ ഈ 12:10 എങ്ങനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നത്? അത് അങ്ങനെയാണല്ലോ. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് ചില കാര്യം നമ്മൾ പോലും അറിയാൻ നമ്മൾക്ക് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് പറയണം എന്നല്ല, നിങ്ങൾ എന്ത് വിചാരിക്കുന്ന ഇൻഫ്ലുവൻസ് നിങ്ങൾ പോലും എനിക്ക് തരാൻ പറ്റി. അത്രേ ഉള്ളൂ. കൂടുതൽ പറയാൻ രഹസ്യം ഇപ്പം കൂടുതൽ ഞാൻ പറയുന്നില്ല. പറയണ്ട. ഓക്കെ.